ഓക്കെ, വെൽക്കം ഓൾ. നമ്മൾ ബാങ്ക് എക്സാം 2026 മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ SBI ക്ലർക്ക്, SBI PO, IBPS ക്ലർക്ക്, IBPS PO, IBPS RRB ക്ലർക്ക്, IBPS RRB PO എല്ലാത്തിനെയും മോക്ക് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു 20 മുതൽ 40 വരെയുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SBI ക്ലർക്കിൻ്റെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഇൻട്രൊഡക്ഷൻസ് ഒന്നുമില്ല. ഫസ്റ്റ് ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are 3 sections A, B and C. ഓക്കെ, ഇതൊരു DA ആണ്. DAയിലെ കേസിലെ DA ആണ്. കേസിലെ DA എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, നമുക്ക് കുറേ ഡേറ്റാസ് ഇങ്ങനെ വേർഡ്സിൽ പറഞ്ഞിരിക്കും. അതിൽ നിന്ന് നമുക്ക് എടുത്ത് എഴുതിയിട്ട് ആൻസറോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് there are 3 sections A, B and C. The total number of boys in A, B and C are consecutive multiples of 8. Okay, the ratio of girls in A and girls in B and boys in C is 2:1:1 respectively. And sum of girls in A and B is 240 and the total students in all the sections are 500. Okay, then ഒരു നോട്ട് പറഞ്ഞിട്ട് boys in A is less than boys in B, less than boys in C. Okay, അപ്പോൾ എന്താ വായിച്ചിട്ട് മനസ്സിലായി? അതായത് 3 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, 3 സെക്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യമേ 3 സെക്ഷൻസ് നോട്ട് ചെയ്യാം. A, B and C. റൈറ്റ് മതിയല്ലോ. A, B and C. അതിൽ പറഞ്ഞിരിക്കുന്ന അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം ഉണ്ട്. ഓക്കെ, ബോയ്സിൻ്റെ എണ്ണം ഉണ്ട്, ഗേൾസിൻ്റെ എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം പറഞ്ഞിരിക്കുന്നത് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്നാണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുമ്പോഴത്തേക്കും എക്സിൻ്റെ അടുത്തടുത്ത മൾട്ടിപ്പിൾസ്. നമുക്കിപ്പോൾ ഞാൻ ആദ്യമേ എക്സ് ആണെന്ന് എടുത്ത രണ്ടാമത്തെ എത്ര ആയിരിക്കും? x+8ഉം മൂന്നാമത്തത് x+16ഉം ആയിരിക്കും. 8ൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് തമ്മിൽ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ഗേൾസിന്റെ റേഷ്യോ പറഞ്ഞിരിക്കുന്നത്. അതും എയിലെയും ബിയിലെയും പിന്നെ സിയിലെ ബോയ്സും വെച്ചിട്ട്. അപ്പോൾ എയിലെയും ബിയിലെയും ഗേൾസിന്റെ റേഷ്യോ ഒരു 2:1:2, പിന്നെ സിയിലെ ബോയ്സുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് 2:1:1 ആണ്. ആ 1 യൂണിറ്റ് ആണ് x+16. മനസ്സിലായതോ? 2:1:1. ആ 1 യൂണിറ്റ് ആണ് x+16. അപ്പോൾ ഇവിടെ ഈ 1 യൂണിറ്റിന്റെ സ്ഥാനത്ത് എന്ത് തന്നെ വരും? x+16 തന്നെ വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 2 യൂണിറ്റിന്റെ സ്ഥാനത്ത് ഇതിന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ ആയ 2x+32 ആയിരിക്കത്തില്ലേ? ഓക്കെ, ഇത്രയും വരെ ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്താ വേറെ ഡേറ്റ എന്താ തന്നിരിക്കുന്നത്? സം ഓഫ് ഗേൾസ് ഇൻ A ആൻഡ് B. എയിലെയും ബിയിലെയും ഗേൾസിന്റെ സമ്മ് 240 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ എക്സിന്റെ ടേംസിൽ എയിലെയും ബിയിലെയും ഗേൾസിന്റെ സമ്മ് എത്ര? ഇവിടെ 2x, എക്സോടെ കൂട്ടിയ 3x, 32 16 കൂട്ടിയ 48. അപ്പോൾ 3x+48 ആണല്ലോ നമുക്ക് എന്താ നമ്മളുടെ ഈ എക്സിന്റെ ടൈംസിൽ എഴുതിയ. അതിന്റെ വാല്യൂ പറഞ്ഞത്ര? അതിന്റെ വാല്യൂ ആണ് 240 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വാല്യൂ ആണ് 240. അപ്പൊ 3x+48 ആണ് 240 എങ്കിൽ ഇന്ന് 3x അഥവാ എക്സ് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 48 അപ്പുറം പോകുമ്പോൾ എന്താവും? 240 - 48 ആവും. അതങ്ങനെ പെട്ടെന്ന് ചെയ്യാം. 240 48 കുറയ്ക്കണം. 240 40 കുറച്ചേ 200 കിട്ടും. 200 നിന്ന് വീണ്ടും ഒരു 8 കുറച്ച് 192 കിട്ടും. ഒറ്റ സ്റ്റെപ്പിൽ കിട്ടിയില്ലേ? അപ്പോൾ 3x = 192. ഇനി എക്സ് കണ്ടുപിടിക്കാൻ ക്യാൻസൽ ചെയ്യാം. 3 6 18, ദെൻ ഒരു 1 ഉണ്ട്, 1 2 കൂടെ ചേർന്ന് 12. 12ൽ 4 പ്രാവശ്യം. അപ്പോൾ എക്സ് കിട്ടി 67. എക്സ് കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് എഴുതിക്കൂടെ? എക്സ് ബോയ്സിൻ്റെ എണ്ണം ഇവിടെ എക്സ് അല്ലേ, അപ്പോൾ ഇത് 64 വരും. അത് കിട്ടി. ഇനി എല്ലാം അടുത്തടുത്ത 8ന്റെ മൾട്ടിപ്പിൾ 64 കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്പിൾ 72. അതായത് 8 കൂട്ടിയാൽ മതി. പിന്നെ വീണ്ടും ഒരു 8 ഇതിൽ നിന്ന് കൂട്ടുക 80. 3 എണ്ണം ആയേ. ഇനി ഇതേ വാല്യൂ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ എഴുതിയത് 80. ഇനി ഇതിന്റെ ഡബിൾ ആണിത് 160. പക്ഷെ ഒരെണ്ണം മാത്രം നമുക്ക് മിസ്സിങ്ങാ. ഇതെങ്ങനെ കണ്ടുപിടിക്കും ഇനി പറഞ്ഞേ? അതായത് അതിനുള്ള ഹിന്റാണ് ലാസ്റ്റ് പറഞ്ഞത്. ടോട്ടൽ 500 പേരുണ്ട്. ടോട്ടൽ 500 പേരുണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ 500. അപ്പോൾ ഒരാളെ മാത്രം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 500 നിന്ന് ഇവരെ എല്ലാവരുടെയും കൂടെ സമ്മ് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവരെല്ലാം സമ്മ് എഴുതാതെ തന്നെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. അതായത് ഈ 80 കൂടെ 160, ആ 160 കൂടെ 320, ആ 320 60, 380, 380 70, 450 ആണ്. അതായത് ഇവിടെ 380 38 എന്ന് എടുക്കണം. 38 7 45, അപ്പം 450. ഇനി 4 കൂട്ടിയ 6, 456. അപ്പം നോക്കിയേ, 500-ൽ നിന്നും 456 കുറച്ചാൽ മതി. എത്ര? 44. ഇതായിരിക്കും ബാക്കിയുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാ ഡേറ്റാസുമായി ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും എല്ലാം എണ്ണം. ഇതാണ് ബോയ്സിൻ്റെ എണ്ണം, ഇത് ഗേൾസിൻ്റെ എണ്ണം. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോയ്സ് ഇൻ ബി ആർ വാട്ട് പെർസെൻറ്റേജ് ഓഫ് ഗേൾസ് ഇൻ ബി? ഇപ്പോൾ ബോയ്സ് ഇൻ ബി എത്ര? 72. അത് 80ന്റെ എത്ര ശതമാനമാണെന്ന്. അപ്പോൾ 72 80ന്റെ എത്ര ശതമാനമാണെങ്കിൽ 80 താഴെയാണ് × 100.
ഓരോ 0 ക്യാൻസൽ ചെയ്യുന്ന 8 കൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന 9 8 72 9 ഗുണം 10 90% ആൻസർ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചെയ്തു. അടുത്തത് ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ബോയ്സ് ഇൻ ഓൾ ദ സെക്ഷൻസ്. അപ്പോൾ ബോയ്സിന്റെ ആവറേജ് കാണണം. ഓക്കെ, ബോയ്സിന്റെ എണ്ണം 64 72 80. എങ്ങനെ ചെയ്യും? ഇതെല്ലാം കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ? വെരി ഗുഡ്. ഇവിടെ ഇത് കണ്ടിന്യൂസ് നമ്പേഴ്സ് അല്ലേ? 8 വിധമല്ലേ ഇവരുടെ കോമൺ ഡിഫറൻസ്. ഇപ്പോൾ കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണെങ്കിൽ ഒരേ രീതിയിൽ കൂടി പോകുന്നതാണെങ്കിൽ അതിന്റെ ആവറേജ് എന്താ? മിഡിൽ നമ്പർ അല്ലേ? അപ്പൊ ഇതിന്റെ 3ന്റെ മിഡിൽ നമ്പർ ഏതാ? 72. അത്രേ ഉള്ളൂ ചെയ്യാൻ. നിങ്ങൾ ഇത് 3ഉം കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. അപ്പൊ എത്ര? 72 ആവറേജ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സെക്ഷൻ ഡി ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ്. അപ്പോൾ പുതിയൊരു സെക്ഷനാണ് പറഞ്ഞത്. നമുക്ക് എയും ബിയും സിയും ഉള്ളായിരുന്നു പുതിയൊരു സെക്ഷൻ. അതിൻ്റെ റേഷ്യോ 3:4 എന്ന് പറയുന്നുണ്ട്. ഏതാ? ബോയ്സിന്റെയും ഗേൾസിന്റെ ആണല്ലോ. ഓക്കെ, ബോയ്സിന്റെയും ഗേൾസിന്റെ റേഷ്യോ പറയുന്നുണ്ട്. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ഡി. അപ്പൊ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഈ റേഷ്യോ പ്രകാരം 1 യൂണിറ്റ് അല്ലേ എനിക്ക് കിട്ടുന്നത്? 1 യൂണിറ്റിന് വരെ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? അത് വിച്ച് ഈസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ എ എന്ന്. അപ്പോൾ എയിലെ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഡിഫറൻസ് നോക്കണം. എയിലെ ബോയ്സിന്റെയും ഗേൾസിന്റെ ഡിഫറൻസ് എന്തുവായിരുന്നു? എയിലെ ബോയ്സ് ഇത്, ഗേൾസ് ഇത്. ഇവർ ഡിഫറൻസ് പറഞ്ഞാൽ പെട്ടെന്ന് പറയാം. 160 67 നമ്മളുടെ ഡിഫറൻസാണ്. നിങ്ങൾ കരുതും 160 60 വരുന്ന ഡിഫറൻസ് എത്ര വന്നേനെ? 100 വന്നേനെ. പക്ഷെ 60 ആണോ? അല്ല, 64. അപ്പം 4 കൂടണം. അപ്പം നമ്മൾ 100ൽ നിന്ന് 4 കുറയ്ക്കണം. അതായത് 96 ആയിരിക്കും. നിങ്ങൾ 160ൽ നിന്ന് 67 എഴുതി കുറയ്ക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ്. 160 60 ആയിരുന്നെങ്കിൽ ഡിഫറൻസ് 100 വന്നേനെ. ഇവിടെ 60 വരെ 64 ആണെങ്കിൽ അപ്പം 4 കൂടുമ്പോൾ ഇവിടെ 4 കുറയ്ക്കണം. 96 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് 96 കിട്ടി. എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഗേൾസ് ഇൻ ഡി. അപ്പൊ ഡിയിലെ ഗേൾസിന്റെ എണ്ണം 4 യൂണിറ്റ് അല്ലേ? 1 യൂണിറ്റ് 96 ആണ്. 4 യൂണിറ്റ് 96 ഗുണം 4. 96 4 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി എന്താ? 100 ഗുണം 4 എത്ര? 400. ആ 400ൽ നിന്ന് 4 ഗുണം 4 കുറയ്ക്കുക. അതായത് ഞാൻ ഇവിടെ 100 എന്ന് എടുത്തു. 100 മൈനസ് 4 ഗുണം 4 എന്ന് എഴുതി. അതിനെ ഞാൻ ഒറ്റ സ്റ്റെപ്പിലൂടെ എഴുതി. 100 ഗുണം 4 400 മൈനസ് 4 ഗുണം 4 16. 400ൽ നിന്ന് 16 കുറച്ച് എത്ര കിട്ടും? 384. അപ്പൊ 384 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ടോട്ടൽ സ്റ്റുഡൻസ് ബോയ്സ് പ്ലസ് ഗേൾസ് ഇൻ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഓൾ ദ സെക്ഷൻസ്. ഓക്കെ, ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ ഓൾ ദ സെക്ഷൻസ്. അപ്പോൾ ബിയിലല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, ബിയിലെ ടോട്ടൽ സ്റ്റുഡൻസ് നോക്കാം നമുക്ക്. ബിയിലെ ടോട്ടൽ എത്രയുടെ? 8 7 15 152 അല്ലേ ബിയിലെ ടോട്ടല്. അപ്പൊ 152 എന്നുള്ളത് എത്രന്റെ പെർസെൻറ്റേജ്? നമുക്ക് ടോട്ടലിന്റെ പെർസെൻറ്റേജ് ആണ്. ടോട്ടൽ നമുക്കറിയാലോ 500 ആണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 2 സീറോസ് ക്യാൻസൽ ചെയ്ത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത് 3 5 15. അതായത് 30 പ്രാവശ്യം അടങ്ങും. 150 വരെ അടങ്ങും. അതായത് 2 അടങ്ങാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുത്തതാണ്. 150 വരെ അടങ്ങി. പിന്നെ ഓപ്ഷനിലെല്ലാം പോയിന്റ് കിടക്കുന്നതാണ്. ഞാൻ പോയിന്റ് ഇട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി. ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കണം, അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ 4 5 20. ഇപ്പോൾ 30.4 ആയിരിക്കും നമ്മുടെ ആൻസർ. സിമ്പിൾ ആയിട്ട് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ക്വസ്റ്റ്യനേ ഉള്ളായിരുന്നു. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ വല്ല അടുത്ത ഡി എ ആണ്. ഓക്കെ, അടുത്ത ഡി എന്താ നോക്കാം. പൈ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് പെർസെന്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബെഡ്സ്. ടോട്ടൽ ബെഡ്സിന്റെ എണ്ണമാണ്. വുഡൻ ഉണ്ട്, പ്ലാസ്റ്റിക് ബെഡുകളുണ്ട്. ABCD എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഷോപ്പ്. അപ്പൊ റീഡ് ദ. ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ കണ്ടുപിടിക്കാം. അപ്പൊ എണ്ണം വേണമല്ലോ. A ഉണ്ട്, B C D E. ഇതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ 1600 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയുടെ എത്ര? 1600ന്റെ 20%. ഇപ്പൊ 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ 20% കൂടെ 2 സീറോ ക്യാൻസൽ ആവുമെന്ന് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ 16 ഗുണം 2 32 കഴിഞ്ഞിട്ട് ഒരു 0 വരും. ഇതാണ് എ. അതല്ലാതെ എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾ 1/5 എന്ന് എഴുതാം. 20% 1/5 ആണോ? അതിലോട്ട് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താലും നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തേത് 12%. 12% ഞാൻ ഇതേ കണക്ക് തന്നെ ചെയ്യുന്നു. 1600ന്റെ 12% നോക്കിയേ. പെർസെൻറ്റേജിൻ്റെ കൂടെ 2 സീറോ ക്യാൻസൽ ആണ്. 16 ഗുണം 12. 16 ഗുണം 12 എങ്ങനെ പെട്ടെന്ന് ചെയ്യാടെ? 16 12 എഴുതി ഗുണിക്കും അല്ലേ? അല്ലാതെ നമുക്ക് എങ്ങനെ 16 ഗുണം 12 ചെയ്യാനുള്ള എളുപ്പ വഴി. 16നെ 12ന്റെ മിഡിൽ നമ്പർ നോക്കുക, 14. ആ 14ന്റെ സ്ക്വയറിൽ നിന്ന് 2ന്റെ സ്ക്വയർ പറയുന്നതായിരിക്കും ആൻസർ. അതെങ്ങനെ കിട്ടുന്നത്? അതായത് 16നെ ഞാൻ 14 + 2 എന്നും
12നെ 14 - 2 എന്ന് എഴുതുമ്പോൾ ഇതെന്താ എ പ്ലസ് ബി എ മൈനസ് ബി. എ പ്ലസ് ബിന്റെ എ മൈനസ് ബി എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അത് വെച്ചിട്ടാണ് 14ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ 196 - 4 192. ഒറ്റ സ്റ്റെപ്പിൽ ഇത് കിട്ടും. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നുകൊണ്ടാണ് 2 സ്റ്റെപ്പ് വന്നത്. അടുത്തത് 18%. അത് ഇങ്ങനെ തന്നെ ചെയ്യാം. 18% എന്ന് എഴുതുമ്പോഴത്തേക്കും പെർസെന്റേജ് കൊണ്ട് 2 0 ക്യാൻസൽ ചെയ്തിട്ട് 16 × 18 എന്ന് വരും. മിഡിൽ നമ്പർ ഏതാ 17. 17ന്റെ സ്ക്വയർ എത്ര 289. അതിൽ നിന്ന് 1ന്റെ സ്ക്വയർ ആ പറയുക. അപ്പൊ 288. 3 പേര് അടുത്ത ഡി 35%. അപ്പൊ 35% കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബെറ്റർ. അതായത് 1600 × 35 എന്ന് പറഞ്ഞാൽ എത്ര 7/20 എന്ന് എഴുതുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 35 × 16 ചെയ്യാം. 35 × 16 ചെയ്യാം. അങ്ങനെയാലും ആൻസർ കിട്ടും. ഇവിടെ ഞാൻ പറയുന്നത് ഇത് 0 ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 80 കിട്ടും. 80 × 7 8 56 560. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്രോച്ച് ആണ് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യുന്നത്. അടുത്തത് ഈലത് 15%. 15% എന്ന് പറഞ്ഞാൽ 1600 15 എത്ര 3/20. ഈ 15% 35 ഒക്കെ വന്നത് എങ്ങനെയാണെന്നറിയോ 5% എന്താ 1/20. അതിൽ നിന്നാണേ. അതായത് 20% 1/5 ആണ് 5%. അപ്പോൾ 3/20 ക്യാൻസൽ ചെയ്യുക. 80 × 3 240. എല്ലാ ഡേറ്റാസും ആയിട്ടുണ്ടല്ലോ. A B C D എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ബെഡ്സ് സോൾഡ് ബൈ ഡി ആൻഡ് ബി. ഡിയുടെയും ബിയുടെയും ടോട്ടൽ തമ്മിലുള്ള ഡിയുടെയും ബിയുടെയും നോക്കേ ഡി ബി 560 198. പെട്ടെന്ന് ഞാൻ പറയാം. 560ഉം 200ഉം ആയിരുന്ന ഡിഫറൻസ് എത്ര ആയിരുന്നു? ഇവിടെ 560 200 ആയിരുന്നു എന്ന് കരുതുക. ഡിഫറൻസ് എത്ര 360 അല്ലേ? 560 200ഉം തമ്മിൽ ഡിഫറൻസ് 360. പക്ഷെ 200 ആണോ 192 അല്ലേ? അപ്പൊ 8 കുറഞ്ഞില്ലേ? അപ്പൊ 8 നമ്മൾ കൂട്ടണം. അതായത് 360ന്റെ കൂടെ 8 കൂടെ കൂട്ടണം. 368. അത്രയേ ഉള്ളൂ. 368 ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ടോട്ടൽ വുഡൻ ബെഡ്സ് സോൾഡ് ബൈ ഇ ഈസ് 40% മോർ ദാൻ ദാറ്റ് ഓഫ് plastic bed sold by the same shop, then find the total plastic bed sold by E is what percentage? എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ വുഡൻ ബെഡ്സ് സോൾഡ് ബൈ ഇ. അപ്പൊ ഈയില് ബെഡ്സിന്റെ കാര്യം അവരിപ്പോ വുഡനും പ്ലാസ്റ്റിക്കും ഒക്കെ പറയുക. അന്നേരം അത് 40% കൂടുതലാണെന്ന്. ഏതിനേക്കാളുവാ പ്ലാസ്റ്റിക് ബെഡ്. എടാ അപ്പൊ ഞാൻ പറയാം പ്ലാസ്റ്റിക് ബെഡ്സ് 100% ആയിരുന്നു. ഇത് 140% ഇല്ല. ഇതിൽ 40% കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈയിലെ ടോട്ടൽ എത്ര ആയിരുന്നു പറഞ്ഞേ. സോറി, ഈയിലെ ടോട്ടൽ 240 അല്ലേ? 240 ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാര്യം 240ന്റെ 100 150% എഴുതിയാൽ ഇത് 100 കിട്ടും. കറക്റ്റ് നമ്പറാണ്. ഇത് 140 തന്നെ കിട്ടും. കാരണം 240 ആണല്ലോ. അപ്പൊ രണ്ടും പെർഫെക്റ്റ് നമ്പറുകളാ. ഓക്കെ, എനിക്ക് നമ്മൾ ദെൻ ഫൈൻഡ് ദ ടോട്ടൽ പ്ലാസ്റ്റിക് ബെഡ് സോൾഡ് ബൈ ഇ. ടോട്ടൽ പ്ലാസ്റ്റിക് ബെഡ് സോൾഡ് ബൈ ഇ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ബെഡ്സ് സോൾഡ് ബൈ എ. ഓ, ഇനി എയുടെ ടോട്ടൽ ബെഡ്സ് എത്ര ആയിരുന്നു? 320ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പോൾ താഴെ എന്തോ വരും 320 × 100. ഒരു സീറോ പോട്ടെ. പാതി അടുക്ക് 16. ഇവിടെ പാതി അടുക്ക് 50. വീണ്ടും പാതി അടുക്ക് 8. ഇവിടെ പാതി അടുക്ക് 25. വീണ്ടും പാതി അടുക്ക് 4. ഇവിടെ 5. ഇപ്പൊ 25 × 5 എത്ര? 125/4. എങ്ങനെയാ? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 3 4 12. അപ്പൊ 31 ആകുമ്പോൾ 124 വരാവും. പിന്നെ ഒരു 1/4 31 1/4%. ഇത്രയേ ഉള്ളൂ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7 ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ബെഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ സി ടു ടോട്ടൽ ബെഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ എ ആൻഡ് ബി ടുഗദർ. ഓക്കെ, എന്താണ് റേഷ്യോ ടോട്ടൽ ബെഡ്സ് ബൈ സി? സിയുടെയും ടോട്ടലും പിന്നെ എ ആൻഡ് ബി, എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ച്. അപ്പൊ സിയും എ ആൻഡ് ബി ടുഗദർ. സി എത്ര 288. എയും ബിയുടെ ഒരുമിച്ച് എത്ര കൂടെ 320ന്റെ കൂടെ. അപ്പൊ ആദ്യം 288 ഉണ്ട്. എ ആൻഡ് ബി 320ന്റെ കൂടെ 200 ആയിരുന്നു പറഞ്ഞേ. 200 ആയിരുന്നു കൂട്ടേണ്ടെങ്കിൽ 520 ആയേനെ. 200 ആണോ? അല്ല. അപ്പൊ 520 8 കൂടെ കുറച്ചാൽ 512. 512ഉം 288 ആണ്. 288 512. എത്ര കൊണ്ട് ക്യാൻസൽ ചെയ്യാം? 12. ആദ്യമേ പാദ്യം എടുക്കാം. 144 256.
വീണ്ടും നിങ്ങൾക്ക് പാതി എടുക്കാം. 72 128. 12 കൊണ്ട് ക്യാൻസൽ ആവുന്നതാണോ? 12 കൊണ്ട് പറ്റത്തില്ല. 8 കൊണ്ട് ക്യാൻസൽ ആവും. വീണ്ടും 8 9 72 1 8 48 6 48. സോറി 8 9 ആണല്ലോ, ഇവിടെ ഞാൻ 9 എഴുതിയിരിക്കുന്നു. 8 കൊണ്ടാണ് ആൻസർ. 8 ഗുണം 9 72, 8 ഗുണം 16. അപ്പോൾ 9:16 ആയിരിക്കും ആൻസർ. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇപ്പം ഞാനിവിടെ പാതി എടുത്തെന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ക്യാൻസൽ ചെയ്തു, വീണ്ടും 2 4 പിന്നെ ഒരു 8 കൊണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആദ്യം 4 കൊണ്ട് പിന്നെ 8 കൊണ്ടാണ് ഒന്നുകൂടെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഇഫ് ടോട്ടൽ ബഡ്സ് വുഡൻ പ്ലസ് പ്ലാസ്റ്റിക് സോൾഡ് ബൈ ഷോപ്പ് പി ആർ 80 മോർ ദാൻ ദാറ്റ് ഓഫ് ഷോപ്പ് ഡി. അപ്പോൾ പി പുതിയൊരാളല്ലേ? ഓക്കെ, പറയാണ് ഇഫ് അയാളുടെ പറയാണ് പി ഈസ് 80 മോർ ദാൻ ദാറ്റ് ഓഫ് ബൈ ഷോപ്പ് ഡി. ഡിയേക്കാളും 80 കൂടുതലെന്ന്. ഡി എത്ര ആയിരുന്നു? ഡി 560 ആയിരുന്നു. അപ്പോൾ 80 കൂടുതലെന്ന് പറയുമ്പോൾ 640. ഓക്കെ, ഫൈൻഡ് ദ ആവറേജ് നമ്പർ ഓഫ് ബഡ്സ് സോൾഡ് ബൈ പി ആൻഡ് ഡി. ഇനി പിയുടെ ഇയുടെയും കൂടെ ആവറേജ് ആകണ്ടേ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 640 ഈയുടെ എത്ര ആയിരുന്നു? എല്ലാം മറന്നു പോകാന്നല്ലോ, എല്ലാം ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഈയുടെ 240. 240/2. അപ്പോൾ 6 4 6 2 8 880 പാതി 440. ഓക്കെ, 440 ആണ് ആവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറസ്പോണ്ടിങ് സെൻട്രൽ ആംഗിൾ ഇൻ ഡിഗ്രി ഫോർ ദ ടോട്ടൽ നമ്പർ ഓഫ് ബഡ്സ് സോൾഡ് ബൈ ബി ആൻഡ് സി. ഇപ്പം ബിയും സിയും, ബി ഇത് സി ഇത് മൊത്തം എത്ര പെർസെൻറ്റേജാണ്? 30% അല്ലേ? ഇവിടെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ളതെന്ന് വെച്ചാൽ ടോട്ടൽ ഒന്നും എടുക്കാതെ ടോട്ടൽ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ 30% ടോട്ടൽ 360 ഡിഗ്രി. സോറി, അതായത് 30% 100%. ഈ ടോട്ടൽ അതായത് ഇതെല്ലാം കൂടെ 100% ഇല്ലേ? 100% 360 ഡിഗ്രി. അപ്പോൾ 10% വെച്ചാൽ 36 ഡിഗ്രി കിട്ടും. അപ്പം നമുക്ക് കണ്ടുപിടിക്കണം ബിയുടെ സിയുടെ സമ്മാമം 30 ഡിഗ്രി. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അപ്പം സോറി 30% എന്ന് പറഞ്ഞാൽ എത്ര? 36 ആണ് 108 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ടോട്ടൽ 100% 360 ഡിഗ്രി. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഇവരുടെ സമ്മ മതി 30%. 30% അപ്പം 108 ഡിഗ്രി വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത അപ്പോൾ 2ാമത്തെ ഡി എയും കഴിഞ്ഞു കേട്ടോ. ഇത് മെൻസുറേഷൻ ആണ് ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ലെങ്ത് ടു ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ, ലെങ്ത് ടു ബ്രെഡ്ത്ത് റേഷ്യോ 3:4. അപ്പം നിങ്ങൾ 3x-ഉം 4x-ഉം എന്നൊക്കെ എടുക്കും. ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ഈസ് 88 സെന്റിമീറ്റർ. നമ്മൾ 3x-ഉം 4x-ഉം ഒന്നും എടുക്കും. അപ്പോൾ എക്സ് എടുക്കാതെ കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ പറയാം ലെങ്ത് 3-ഉം ബ്രെഡ്ത്ത് 4-ഉം ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ എത്ര വരണ്ടേ? 2 ഇൻറ്റു ലെങ്തും ബ്രെഡ്ത്തും കൂടെ കൂട്ടുന്നത് 3 4 കൂട്ടി 7. എത്രയാണ് വരേണ്ടത്? പെരിമീറ്റർ അല്ലേ വെച്ചിരിക്കുന്നത്? സോറി 7:4 3:4 എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. കൊള്ളാം. എന്തായാലും 7 4 11 11 22 ആണ് എന്ത് വരേണ്ടത്? പെരിമീറ്റർ വരേണ്ടത് അക്കോർഡിംഗ് ടു നമ്മളുടെ 7 4 ഒന്ന് എടുത്താൽ. പക്ഷെ 22-ന് പകരം 88 എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 22 88 ആക്കണേ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 28. കറക്റ്റ് ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? 4 16. നമുക്ക് ഇനി എന്ത് ചോദിച്ചിരിക്കുന്നത്? ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ. ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ എന്താണ്? 28 ഗുണം 16. 28 ഗുണം 16 എങ്ങനെ ഗുണിക്കാം? പെട്ടെന്ന് പറയാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്റ്റെപ്പ് പറയാം. 28 ഗുണം 10 എത്ര? 280 പ്ലസ് 28 ഗുണം 6. 28 ഗുണം 6 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്? 20 ഗുണം 6 എത്ര? 120. 28 ഗുണം 10 ചെയ്തു. 28 ഗുണം 6 ആണേ. 20 ഗുണം 6 8 ഗുണം 6 48. എല്ലാം അവിടെ കൂട്ടിനി 228 12 കൂട്ടിയ 40 അല്ലേ? അപ്പം 400 448. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത എ സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് ₹48 at a profit of 20%. If A sells the same article to C at a loss of 15%, then find the selling price of the articles. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? എ സോൾഡ് ആൻ ആർട്ടിക്കിൾ ടു ബി അറ്റ് ₹48 പ്രോഫിറ്റ്
ഓഫ് 20%. ഇപ്പൊ എ ബിക്ക് കൊടുക്കുക 5% ലാഭത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5% എത്ര പറഞ്ഞേ, എത്രയാ? 1/20. സോറി, 5% അല്ല, 20%. 20% എത്ര? 1/5. 20% പ്രോഫിറ്റിന് വെക്കുക എന്ന് പറഞ്ഞാൽ 1/5. ഓക്കെ, ഇതായിരുന്നു 1/5. 20% വെച്ചാൽ 1/5 ആണ്. അപ്പോൾ അതിനർത്ഥം 5 രൂപ ആയിരുന്നു ആ സാധനത്തിന്റെ വിലയെങ്കിൽ 1 രൂപ ലാഭം കൂടെ ചേർത്ത് 6 രൂപയ്ക്കായിരിക്കും ബിക്ക് വിറ്റത്. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ബിക്ക് വിറ്റത് എത്ര? 6 അല്ല, 48 ആണ്. 6നെ 48 ആക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ 8 കൊണ്ട് ഗുണിച്ചേ, അപ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. അപ്പോൾ 40 രൂപയുടെ സാധനമാണ് 48 രൂപ കിട്ടും. ഓക്കെ, ഇനി ഇഫ് എ സെൽസ് ദ സെയിം ആർട്ടിക്കിൾ ടു സി, ഇനി സിക്ക് വിൽക്കുകയാണ് എത്ര? 15% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ 40ന്റെ 15% കണ്ടുപിടിക്കാം. 40ന്റെ 15% കണ്ടുപിടിക്കാം. 15% നമ്മൾ മുമ്പേ ഇവിടെ പറഞ്ഞതാ, എത്ര? 3/20. അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ 6 രൂപ നഷ്ടത്തിനായിരിക്കും. 6 രൂപയുടെ നഷ്ടത്തിൽ വിറ്റാൽ 34 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ അത് തന്നെ ചോദിച്ചിരിക്കുന്നില്ലേ, സെല്ലിംഗ് പ്രൈസ് ഇത്രയേ ഉള്ളൂ, 34. ഓക്കെ, a milkman mixed 40 liters of milk in 20 liters of water to make a mixture. What amount of water is to be mixed to reverse the ratio? Okay, അപ്പോൾ ഒരു മിൽക്ക് മാൻ മിക്സ്ഡ്, അപ്പോൾ മിൽക്ക് ഉണ്ട്, വാട്ടർ ഉണ്ട്. അപ്പോൾ എത്രയാ? 40 liters ഓഫ് മിൽക്ക്, 20 liters ഓഫ് വാട്ടർ ആണ് മിക്സ് ചെയ്തത്. ഇനി വാട്ട് എമൗണ്ട് ഓഫ്, അപ്പോൾ ഇവിടെ റേഷ്യോ എത്ര? ഇപ്പം ക്യാൻസൽ 2:1 ആണ്. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? വാട്ട് എമൗണ്ട് ഓഫ് വാട്ടർ ആണ് ആഡ് ചെയ്യേണ്ടത്, ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ റേഷ്യോ എന്താവണം? റിവേഴ്സ് ആവണം, അതായത് 1:2 എന്നാവണം. ഓക്കെ, നമുക്ക് റേഷ്യോ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇതിവിടെ എക്സ് ഇട്ട് അത് എത്ര ആഡ് ചെയ്യുന്നു എന്ന് വെച്ച് ചെയ്യാം. ഞാൻ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇത് റേഷ്യോ വെച്ച് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഇവിടെ 2:1 അല്ലേ റേഷ്യോ. ഈ റേഷ്യോ നമുക്ക് 1:2 ആക്കണം. എന്താ നമ്മൾ ആഡ് ചെയ്യണം? വാട്ടർ ആഡ് ചെയ്യുന്നുവെങ്കിൽ അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് റേഷ്യോ മിൽക്ക് സെയിം ആയിരിക്കണ്ടേ? മിൽക്കും വാട്ടറും ഉള്ളൊരു മിക്സ്ചറിലേക്ക് ഞാൻ വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ മിൽക്കിൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കണ്ടേ? പക്ഷെ ഇവിടെ മിൽക്കിൻ്റെ എമൗണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് സെയിം ആക്കണം. എങ്ങനെ ആക്കാം? അപ്പോൾ 2:1 ആണ് ആദ്യത്തത്. ഇപ്പോൾ രണ്ടാമത്തെ റേഷ്യോ, ഇപ്പോൾ ഞാൻ ഇതിനെ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. രണ്ടാമത്തെ റേഷ്യോ ഞാൻ 2 കൊണ്ട് ഗുണിച്ചാൽ 2:4 എന്നാവത്തില്ലേ? ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചാൽ. ഇപ്പം നോക്കാം, മിൽക്ക് സെയിം ആയില്ലേ? വാട്ടർ മാത്രമല്ലേ മാറുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ വാട്ടർ എത്ര യൂണിറ്റാണ് കൂടിയത്? 3 യൂണിറ്റ്. അപ്പോൾ 3 യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണേ നമുക്ക് ഇവിടുന്ന് ആദ്യമേ കണ്ടുപിടിക്കണം. ഇവിടുത്തെ ടോട്ടൽ നമുക്കറിയാം എത്ര? 60 അല്ലേ? ഇവിടുത്തെ ടോട്ടൽ, അതായത് 3 യൂണിറ്റ് ആണ് 60 ലിറ്റർ എങ്കിൽ ഇവിടെ നമുക്ക് 3 യൂണിറ്റ് തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 60 ലിറ്റർ തന്നെ ആയിരിക്കും ആൻസർ. ഓക്കെ, 60. മനസ്സിലാവാത്തൊരു ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ബോട്ട് ആൻഡ് സ്ട്രീം. സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ and upstream speed of the boat are 30 and 16. Okay, if boat take 20 hours to cover x plus 80 km downstream, find the value of x. Okay, speed of a boat in still water. അപ്പോൾ still water speed, ബോട്ടിന്റെ സ്പീഡ്, ഡൗൺസ്ട്രീം സ്പീഡ്, അപ്സ്ട്രീം സ്പീഡ്, ഇതിന്റെ ബന്ധം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബോട്ട് ആൻഡ് സ്ട്രീം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് ചെറിയൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. അതായത് നമ്മൾ ബോട്ട് വെള്ളത്തിലൂടെ ഒഴുകാണ്, അല്ല സ്ട്രീമിലൂടെ പോവാണ്. അപ്പോൾ ബോട്ടിനൊരു സ്പീഡുണ്ട്, സ്ട്രീമിനൊരു സ്പീഡുണ്ട്. ഇപ്പം നിങ്ങൾ കരുതുക ഒഴുക്കിനൊപ്പം പോവുകയാണെന്ന് കരുതുക. ബോട്ട് ഒഴുക്കിനൊപ്പം പോവുകയാണ്, ഹൊയ്യ ഹൊയ്. അപ്പോൾ ഒഴുക്കിനൊപ്പം പോകുമ്പോൾ ഒഴുക്കിൻ്റെ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതായത് ഒരേ ഡയറക്ഷനിൽ എലോങ് ദ സ്ട്രീം എന്ന് പറയും. അപ്പോൾ ബോട്ടിൻ്റെ സ്പീഡ്, ടോട്ടൽ സ്പീഡ് എന്തായിരിക്കും? ബോട്ടിനൊരു സ്പീഡ് ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒഴുക്കിൻ്റെ സ്പീഡും കൂടെ ആഡ് ആവും. ഓക്കെ ആണല്ലേ? ഇതാണ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. എന്താണ്? ഡൗൺ സ്ട്രീം. ഇനി അപ് സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഒഴുക്കിനെതിരെ ആയിരിക്കും പോകുന്നത്. അതായത് ഒഴുക്കൊരു ഡയറക്ഷനിലുണ്ട്, ബോട്ട് അതിന് എതിരെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ എപ്പോഴും ടോട്ടൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും ആ സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുക. കാര്യം അത് ഒപ്പോസിങ് അല്ലേ, സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത്. അപ്പോൾ അപ് സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോട്ടിൻ്റെ സ്പീഡിൽ നിന്നും സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നതായിരിക്കും. ഡൗൺ സ്ട്രീം സ്പീഡ് എന്താ?
ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സ്പീഡ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഓക്കെ ഇനി ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടറിലെ സ്പീഡാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത്. സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് 30 ബോട്ടിന്റെ സ്പീഡാണ് സ്റ്റിൽ വാട്ടറിലെ സ്പീഡ് എന്ന് പറയുന്നത്. ബോട്ടിന്റെ സ്പീഡ് 30 ആൻഡ് ഇനി അപ്സ്ട്രീം ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്സ്ട്രീം 16. അപ്പോൾ ഞാൻ പറഞ്ഞ ലോജിക്ക് ഒന്ന് മനസ്സിലാലോചിക്കേ. ബോട്ടിന് ഒരു സ്പീഡുണ്ട് 30, അപ്സ്ട്രീം സ്പീഡ് 16 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബോട്ടിന്റെ സ്പീഡിൽ നിന്ന് സ്ട്രീമിന്റെ സ്പീഡ് കുറയ്ക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? അപ്സ്ട്രീം സ്പീഡ്. എന്താണ് അപ്സ്ട്രീം സ്പീഡ്? അപ്പൊ 30-ൽ നിന്ന് എത്ര കുറച്ചാലാണ് 16 കിട്ടുന്നത്? 14 കുറച്ചാലാണ്. അപ്പൊ എത്ര ആയിരിക്കും? സ്ട്രീമിന്റെ സ്പീഡ് 14 ആയിരിക്കും. ഓക്കെ, ഇനി ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഡൗൺ സ്ട്രീം കിട്ടുന്നത്. അപ്പോൾ ഡൗൺ സ്ട്രീം 44, അപ്സ്ട്രീം 16. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഡൗൺ സ്ട്രീം അപ്സ്ട്രീമിൽ നിന്ന് ഇത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ഇത് രണ്ടും കൂടെ കൂട്ടിയ 44, 6, 50, 60ന്റെ പാതി ആയിരിക്കും ബോട്ടിന്റെ സ്പീഡ്. ഇനി തമ്മിൽ ഡിഫറൻസ് എടുത്ത് 28ന്റെ പാതി ആയിരിക്കും സ്ട്രീമിന്റെ സ്പീഡ്. എല്ലാം കണക്റ്റഡ് ആണ്. എവരിത്തിങ് ഈസ് കണക്റ്റഡ്. ഓക്കെ, ദെൻ നമുക്കിനി വേണ്ടത് ഈ ബോട്ട് ടേക്സ് 20 hours ടു കവർ x + 80 km. അപ്പോൾ ബോട്ട് ടേക്സ് 20 hours. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്പീഡുകളെല്ലാം കിട്ടിയേ. നമുക്ക് ഇനി എന്താ വേണ്ടത്? 20. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നറിയാം. ഇവിടെ എന്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ടൈം പറഞ്ഞിട്ടുണ്ട്. ടൈം 20, ഡിസ്റ്റൻസ് എത്ര? x + 80. ഇനി ഡൗൺ സ്ട്രീം സ്പീഡ് എത്ര ആയിരുന്നേ? 44. ഓക്കെ, അപ്പൊ ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് ഞാൻ എടുത്തത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമിൽ പോകുന്നതുകൊണ്ട് ഡൗൺ സ്ട്രീം സ്പീഡ് എടുത്തു. 44 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 44 × 2 88 കഴിഞ്ഞിട്ട് ഒരു 0 ഈക്വൽ ടു x + 80. അപ്പൊ x എത്രയായിരിക്കും? 800. x 800. സിമ്പിൾ. ആ ലോജിക്ക് പറയാനാണ് കുറച്ച് സമയം എടുത്തത്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് കത്തിച്ചെടുക്കുക, കത്തിയില്ലെങ്കിൽ. അടുത്ത 14, ഇൻകം എക്സ്പെൻഡിച്ചർ. ഓക്കെ, ദ ഇൻകം ഓഫ് Q ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് P ആൻഡ് P ആൻഡ് Q serves ₹6,000 and 10,000 respectively. If the ratio of expenditure of Q to that of P is 10:9, find the sum of expenditure of P and Q. Okay, എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഇൻകം ഓഫ് Q ഈസ്, Qന്റെ ഇൻകം പിയുടെ ഇൻകത്തേക്കാൾ 25% കൂടുതലെന്ന് പറഞ്ഞാൽ 25% 1/4 അല്ലേ? അപ്പൊ ഇയാളുടെ 4 ആണെങ്കിൽ ഇയാളുടെ 5 ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്. ആൻഡ് P ആൻഡ് Q serves ₹6,000 ആൻഡ് സേവിങ്സ്. ഇതിപ്പം നമ്മൾ ഇൻകം ആണ് പറഞ്ഞത്, ഇൻകത്തിന്റെ റേഷ്യോ. ഇനി സേവിങ്സ് പറഞ്ഞിട്ടുണ്ട്. എത്ര സേവിങ്സ്? ആരുടെ ആയിരുന്നു? P ആൻഡ് Q സേവ്സ് 6,000. പിയുടെ ആണ് കേട്ടോ, തെറ്റിയാണ്. ഇപ്പൊ 6,000. ഇതോ ക്യൂവിന്റെ എത്ര പറ? 10,000. 6,000, 10,000. ഓക്കെ ആണല്ലോ. P ആൻഡ് Q എന്നാണല്ലോ. ഓക്കെ, ഇഫ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ഓഫ് Q ടു ദാറ്റ് ഓഫ് Qന്റെ Pന്റെ എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ ഉണ്ട് 10:9. എക്സ്പെൻഡിച്ചർ 10:9. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സം ഓഫ് ദ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇൻകം എന്ന് പറയുന്നത് സേവിങ്സ് എക്സ്പെൻഡിച്ചർ. ഇത് നമ്മളുടെ റിലേഷൻ എന്താ? നമുക്കതിൽ ഇൻകം ഉണ്ട്. ആ ഇൻകത്തിൽ നിന്നായിരിക്കും നമ്മൾ കുറച്ച് സേവ് ചെയ്യും, കുറച്ച് ചിലവാക്കും. അപ്പോൾ ഇപ്പോൾ ഇൻകം 5x 4x ഒന്നും എടുത്താൽ ആ 5x 4x നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആയിരിക്കും ഇതല്ലേ. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ പറയുന്നു ഇൻകം 5x, അതിൽ നിന്ന് 10,000 കുറയുന്നതാണ് ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറച്ച എക്സ്പെൻഡിച്ചർ കിട്ടും. അതേപോലെ ഇയാളുടെ 4x നിന്ന് 6,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന റേഷ്യോ ആണ് 10/9. ഓക്കെ, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ആദ്യം 9×5 45x മൈനസ് 9 1 2 3 4 0 10 വെച്ച് 40x മൈനസ് 6 കഴിഞ്ഞിട്ട് 1 2 3 4. ഓക്കെ,
ഇതിങ്ങ് ഇപ്പുറം കൊണ്ടുപോകും. 45 40 കുറച്ചാൽ 5x ഈസ് ഈക്വൽ ടു ഇയാളെ അങ്ങ് അപ്പുറം കൊണ്ടുപോകും. 90,000 മൈനസ് 60,000. 90,000 നിന്ന് 60,000 കുറച്ചാൽ ഈ മൈനസ് അപ്പുറം പോകുമ്പോൾ പ്ലസ് ആവുക. അതുകൊണ്ടാണ് 90 30,000 ക്യാൻസൽ ചെയ്യും. 6,000 കിട്ടി. എക്സ് 6,000 കിട്ടി. എന്ത് നമുക്ക് വേണ്ട? ഫൈൻഡ് ദ സം ഓഫ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 6,000, ഇപ്പൊ ഇവിടുന്ന് 6 ഗുണം 5 30,000 കിട്ടും. ഇത് 4 ഗുണം 6 24,000 കിട്ടും. നമുക്ക് വേണ്ടത് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചർ വേണമെങ്കിൽ 30,000 10,000 കുറ 20,000 ആയിരിക്കും ഇയാളുടെ എക്സ്പെൻഡിച്ചർ. ഇനി 24,000 6,000 കുറ 24,000 6,000 കുറച്ച് കഴിഞ്ഞാൽ 18,000. 20,000 18,000 കുറച്ചാൽ 38,000 കിട്ടും. ഓക്കെ, ഇത് നമുക്ക് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ എടുത്തും ചെയ്യാമായിരുന്നു. കാര്യം ഇവിടെ 10:9 അവിടുത്തെ മൾട്ടിപ്പിൾ 2 വരും. ഇപ്പോൾ 2 മൾട്ടിപ്പിൾ വരും. ഇപ്പോൾ 20,000 18,000 നമുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യും. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഇൻകത്തിൽ നിന്ന് സേവിങ്സ് കുറയ്ക്കുമ്പോൾ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ കിട്ടും എന്നുള്ളത് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത 56% ഓഫ് എക്സ് ഈസ് 70 ആൻഡ് വൈ ഈസ് 60% ഓഫ് എക്സ്. ഫൈൻഡ് ദ വാല്യൂ. ഓക്കെ, 56% എന്ന് പറഞ്ഞാൽ 56/100 അല്ലേ ഓഫ് എക്സ്. ഇത് 70 ആണെങ്കിൽ അപ്പോൾ നമുക്ക് 7 വെച്ച് ക്യാൻസൽ ചെയ്താൽ 10 7 70 8 56. ഇനി 8ഉം 10ഉം കൂടെ വീണ്ടും ക്യാൻസൽ ചെയ്താൽ 4ഉം 5ഉം പാതി എടുത്തു. 4ഉം 100 ക്യാൻസൽ ചെയ്താൽ ഇവിടെ 25 ആണ്. അപ്പോൾ എക്സ് കിട്ടി 125. എന്ത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇനി വൈ എന്ന് പറയുന്നത് 60% ഓഫ് എക്സ്. 60% എത്രയാണ്? 3/5 ഓഫ് 125. ഇവിടെ എത്ര? 25 5 100. അപ്പോൾ 75 കിട്ടി. വൈ 75 കിട്ടി. എന്ത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ വാല്യൂ ഓഫ് 40% എക്സ് പ്ലസ് വൈ. എക്സും വൈയുടെ കൂട്ടി 200. 200ന്റെ 40% എത്ര? 40% 2/5. 40 ഗുണം 2 80. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആദ്യമേ ഞാൻ എക്സ് കണ്ടുപിടിച്ചു, പിന്നെ വൈ കണ്ടുപിടിച്ചു, എക്സ് പ്ലസ് വൈ സം എടുത്തു, അതിൻ്റെ 40%. ഓക്കെ ആണ്. അടുത്തത് 10 men can do a work in 25 days. If the ratio of efficiency of a man to a woman is 2:1, then in how many days 25 women can do the same work? Okay, 10 men can do a work in 25. But 10 men 25 days കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. The ratio of efficiency of a man to woman. ഇപ്പം മാനിൻ്റെയും വുമൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ 2/1 എന്ന് പറയും. അപ്പം മാൻ്റെ എഫിഷ്യൻസി 2 എന്ന് കൊടുക്കാം, വുമൻ്റെ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 10 മെന്നിൻ്റെ എഫിഷ്യൻസി 10 ഗുണം 2. അവർ 25 ദിവസം കൊണ്ട് ചെയ്യുന്നതായിരിക്കും ടോട്ടൽ വർക്ക്. 25 ഗുണം 2 50. അപ്പോൾ 500 കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക്. ഇതിനി 500 വർക്ക് ആരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിക്കണം? പറ. 25 വുമൺ. ഓരോ വുമണിനും 25 ആണ് എഫിഷ്യൻസി. അപ്പോൾ എത്ര ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്? 20 ദിവസം കൊണ്ടായിരിക്കും വർക്ക് കംപ്ലീറ്റ് ആകുന്നത്. ആൻസർ 20. എത്ര ദിവസം കൊണ്ടെന്നാണ്? The present age of a mother is 200% more than son. After 4 years, the age of mother will be 150% more than that of son. Okay, find the present age of the mother. Okay, the present age of a mother. Mother ഉണ്ട്, son ഉണ്ട്. 200% more. അതായത് ഇപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ 1ൻ്റെ 100% 1 തന്നെ, 200% 2 ആണ്. 2 കൂടുമ്പോൾ ഇത് 3 ആകും. അപ്പോൾ 3:1 ആണ് റേഷ്യോ. ആഫ്റ്റർ 4 years, the age of mother will be 150%. 150% എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കണം? ഇപ്പോൾ 2 ആണ് നമ്പർ. 2ൻ്റെ 100% 2 തന്നെ, 150% 3 കിട്ടും. അപ്പോൾ 2ഉം 5 ആയിരിക്കും. എടുത്താൽ മനസ്സിലായ നിങ്ങൾക്ക് ഇവിടെ 100 എന്നൊക്കെ എടുത്ത് എഴുതി ചെയ്യാം. അപ്പോഴും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതേ റേഷ്യോ കിട്ടും. ഞാൻ വേണേൽ കാണിച്ചു തരാം. ഇപ്പോൾ 100% ആണെങ്കിൽ 200 കൂടി കഴിഞ്ഞാൽ 300 എന്നും, ഇവിടെ 100 ആണെങ്കിൽ 150 കൂടി കഴിഞ്ഞാൽ എത്ര? 250 ഒന്നും വരത്തില്ലേ? എല്ലാം വെട്ടിയേ 5 2 കണ്ടോ? അവിടെ നിങ്ങൾക്ക് 1 3 2 5 കിട്ടി. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ പറഞ്ഞേ. നിങ്ങൾക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ആദ്യം അങ്ങനെ എഴുതിക്കോണേ. ഇനി എന്താ പറഞ്ഞ? ഫൈൻ ദ പ്രസന്റ്. ഓക്കെ, അപ്പോൾ എത്ര വർഷം കഴിഞ്ഞപ്പോഴാണ്? ഓക്കെ, ഈ റേഷ്യോ ഇങ്ങനായി. 4 വർഷത്തെ ഗ്യാപ്പാണ് രണ്ടുപേർക്കുള്ളത്. അപ്പോൾ നോക്കാം നമുക്ക്
4 വർഷം. അപ്പോൾ 4 വർഷം കൊണ്ട് ഈ 3 എന്നുള്ളത് 5 ആയി, അതായത് 2 കൂടി. 1 എന്നുള്ളത് 2 ആയത്, അത് 1 യൂണിറ്റ് കൂടി. ദാറ്റ് ഡസ് നോട്ട് മേക്ക് സെൻസ്. അതായത് രണ്ടിടത്ത് ഒരേ വർഷമാണെങ്കിൽ ഈ റേഷ്യോ പ്രകാരം ഒരേ മാറ്റം വരണം. അതല്ലേ നിങ്ങൾക്ക് എക്സ് ഇട്ടാണെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്റ്റെപ്പുകളായിരിക്കും പറ്റുന്നത്. നമ്മൾ മുമ്പേ ചെയ്ത പോലെ റേഷ്യോ പെട്ടെന്ന് ചെയ്യുന്ന മെത്തഡാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇത് ആദ്യത്തെ റേഷ്യോ, ഇത് രണ്ടാമത്തെ റേഷ്യോ. അപ്പോൾ ഇവർ തമ്മിൽ 4 വർഷത്തെ ഗ്യാപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 വർഷത്തെ ഗ്യാപ്പ് ആണെങ്കിൽ അക്കോർഡിംഗ് ടു റേഷ്യോയുടെ കൺസെപ്റ്റ് വെച്ച് ഈ 3 എന്ന് പറയുന്ന അത് എത്ര കൂടിയോ അതായിരിക്കണം ഇവിടെയും കൂടണ്ട അല്ലേ. 4 വർഷം 2 പേർക്കും ഒരേ പ്രായമല്ലേ കൂടത്തുള്ളേ. അപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അത് ചെയ്യേണ്ടുന്ന മെത്തേഡ് എന്താ? ഈ 5ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 3. ആ 3 കൊണ്ട് മോളി ഗുണിച്ചേ 3 9 3 3. ഇനി 3 1 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2. ആ 2നെ ഇവിടെ ഗുണിച്ചേ 10 4. ഇപ്പോഴൊന്ന് നോക്കുക, ഇതാണ് നമ്മുടെ പുതിയ റേഷ്യോ. ഇനി ഈ റേഷ്യോ നോക്കരുതേ. 9 എന്നുള്ളത് 10 ആയില്ലേ, 1 യൂണിറ്റ് അല്ലേ കൂടിയത്. 3 എന്നുള്ളത് 4 ആയില്ലേ, 1 യൂണിറ്റ് അല്ലേ കൂടിയത്. ഇപ്പൊ ഇവിടെ രണ്ടിടത്ത് ഒരേ മാറ്റമല്ലേ, അപ്പോൾ 1 യൂണിറ്റ് ആണ് 4 വർഷം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് ദ മദർ. മദറിന്റെ പ്രസന്റ് ഏജ് എത്ര? 9 × 4 36. ഇത്രയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ. ഈ 9നെ 9 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഗുണിച്ച് 9 × 4 36. എന്തും കണ്ടുപിടിക്കും. ഇപ്പം സണ്ണിന്റെ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ 3 × 4 12 കിട്ടിയാനെ. ഇനി ആഫ്റ്റർ 4 ഇയേഴ്സിലെ കണ്ടീഷൻ ചോദിച്ചാൽ ഇവിടെ ഗുണിച്ചാണ്. ഓക്കെ, നിങ്ങൾ എക്സിറ്റ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഇതാണ്. ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും. 18. എക്സ് ആൻഡ് വൈ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ₹10,000 ഫോർ 8 months ആൻഡ് റുപ്പീസ് P ഫോർ 5 months റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. എക്സ് എത്രയാ? 10,000 ആണ്, 8 മാസം. ഇതായിരിക്കും ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. അടുത്ത പി, വൈയുടെ പി ആണ് എത്ര മാസത്തേക്ക്? 5 മാസത്തേക്ക്. ഇത് പ്രോഫിറ്റ് ഷെയർ ഓഫ് എക്സ് ഈസ്, ഇനിയിപ്പോൾ ഇതാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എങ്കിൽ പ്രോഫിറ്റും ഷെയർ ചെയ്യുന്നത് ഇതേ റേഷ്യോയിലായിരിക്കും. അതാണ് നമ്മുടെ പാർട്ണർഷിപ്പിന്റെ ലോജിക്ക്. നമ്മൾ എത്ര പൈസ ഇട്ടോ എത്ര കാലയളവിലേക്ക് ഇട്ടോ അതനുസരിച്ചായിരിക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, കൂടുതലിട്ട് പൈസ ഇട്ടാക്ക് കൂടുതൽ കിട്ടും, കുറച്ചിട്ടാക്ക് കുറച്ച് കിട്ടും. അതാണ് പ്രോഫിറ്റ് ഷെയറിങ്ങിന്റെ ലോജിക്ക്. ഇപ്പോൾ ഇവിടെ എക്സിന് കിട്ടിയത് 12,000 ആണ് ഔട്ട് ഓഫ് ദ ടോട്ടൽ 18,000. അപ്പോൾ എക്സിന് 12,000 കിട്ടി. അപ്പോൾ ബാക്കി മൊത്തം 18. അപ്പോൾ ബാക്കി വൈക്ക് ആയിരിക്കും കിട്ടി. ബാക്കി 6,000 കിട്ടി. 3 0 3 0 ക്യാൻസൽ ആയി. ഇവിടെ 2 1 വരും. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ 10,000 × 8 എത്ര? 80,000 ഈസ് ഈക്വൽ ടു ഇവിടെ 10 P എന്ന് കിട്ടും. ക്യാൻസൽ ചെയ്യുമ്പോൾ P 8,000. എന്ത് കണ്ടുപിടിക്കാം? P ആണ് കണ്ടുപിടിക്കേണ്ടത്. ₹8,000 എത്രയേ ഉള്ളൂ. സിമ്പിൾ. 19. പൈപ്പ് ആൻഡ് സിസ്റ്റം ആണ്. പൈപ്പ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 36 hours. ഓക്കെ, ഒരു പൈപ്പിന് 36 hours കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഫ്റ്റർ 33% ഓഫ് ടാങ്ക് ഈസ് ഫിൽഡ്. അപ്പോൾ 1/3 പോർഷൻ ഫിൽഡ് ആയി. 2 more identical pipes are connected to the tank. Then find the total time. ഓക്കെ, ഇവിടെ അപ്പോൾ ആദ്യം ഒരു പൈപ്പ്, പിന്നീട് അങ്ങനെ മൊത്തം 3 പൈപ്പ് ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി നമ്മൾ 36. ഓരോരുത്തർക്കും ഒന്ന് തന്നെയാണ്. ടോട്ടൽ 36 വർക്കാണ്. ഓരോരുത്തരും ഓരോ വർക്ക് ചെയ്തായിരിക്കും ചെയ്യുന്നത്. അപ്പം 36ന്റെ 1/3 പോർഷൻ 33.33% 1/3 പോർഷൻ കംപ്ലീറ്റ്. അപ്പോൾ 12 യൂണിറ്റ് ഫില്ലായി. ഇനി ബാക്കി എത്ര ഉള്ളത്? 24 ഉള്ളത്. അപ്പോൾ 12 യൂണിറ്റ് കംപ്ലീറ്റ് ആയേ. ബാക്കി ഇനി 24 യൂണിറ്റ് ഉണ്ട്. 24 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. ഇനി എത്ര പേരുണ്ട്? ഒരാളല്ല, 3 പേരുണ്ട്. അപ്പോൾ 8 മണിക്കൂറാണ്. ഇനി അതിൻ്റെ ടോട്ടൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കണം, 8 അല്ല ആൻസർ. എന്താ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആൾ എത്ര സമയം എടുത്താണ് ഇവിടെ? ആദ്യം ഒരു പൈപ്പല്ലേ ഉള്ളോ, അയാളുടെ എഫിഷ്യൻസി 1 ആണല്ലോ. 1 യൂണിറ്റ് വെച്ച് 12 യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ 12 മണിക്കൂർ അയാൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ 12 8 കൂടെ കൂട്ടുന്ന 20 ആയിരിക്കും ടോട്ടൽ. എത്ര ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ₹100 വൈ ഇൻവെസ്റ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 25% per annum on simple interest, then received ₹2,500 as simple interest after 2 years. Okay, find the principal. Simple. അപ്പോൾ 100 വൈ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, 25% per annum. 25% നമുക്കറിയാം 1/4 ആണ്. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്കാണ്. ഇൻറ്റു 2. ഇതാണ് പലിശ. ഈ പലിശയാണ് 2,500 എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 വെട്ടി. വേറെ വെട്ടാനൊന്നുമില്ല. അപ്പോൾ ഇവിടെ
2 ഇൻറ്റു വൈ ഉണ്ട്. ഈ 4നെ ഞാൻ അങ്ങോട്ട് ഗുണിച്ചപ്പോൾ 100 ആയി. 2y = 100 ആണ്, y = 50 കിട്ടും. അപ്പോൾ പ്രിൻസിപ്പിൾ എത്ര ആയിരിക്കും? 100 അല്ലേ പ്രിൻസിപ്പിൾ? 100നെ 50 കൊണ്ട് ഗുണി, 5 കഴിഞ്ഞിട്ട് 3 0. 5 കഴിഞ്ഞിട്ട് 3 0, ഇതായിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇത് 21ാമത്തെ ക്വസ്റ്റ്യൻ. ആവറേജ് മാർക്ക് ഓഫ് 30 സ്റ്റുഡൻസ് ഇൻ എ ടെസ്റ്റ് ഈസ് 15. ദ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആർ 16 ആൻഡ് ദ ആവറേജ് മാർക്സ് ഓഫ് ഗേൾസ് ആർ 13. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. ഓക്കെ, ഇത് ഓവറോൾ ഒരു ആവറേജും 2 സെപ്പറേറ്റ് ആവറേജും അതിപ്പോൾ നമ്മൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് മാർക്ക് ഓഫ് 30 സ്റ്റുഡൻസിൻ്റെ ആവറേജ് നമുക്ക് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 15 പറഞ്ഞിട്ടുണ്ട്. ദെൻ ആവറേജ് മാർക്സ് ഓഫ് ബോയ്സ് ആർ 16 ആൻഡ് ദ ആവറേജ് മാർക്ക് ഓഫ് ഗേൾസ്. ഓക്കെ. അപ്പോൾ ഇത് കമ്പൈൻഡ് ആവറേജ് ആണ്, മൊത്തത്തിലുള്ളതാണ്. ഓക്കെ, ബോയ്സിൻ്റെ ആവറേജ് മാത്രം എത്ര പറഞ്ഞിരിക്കുന്നത്? ബോയ്സിൻ്റെ ആവറേജ് മാത്രം 16 ആണ്. ഓക്കെ, ദെൻ ഗേൾസിൻ്റെ ആവറേജ് എത്രയാണ്? 13 ആണ്. അപ്പോൾ ഇത് ബോയ്സിൻ്റെത്, ഇത് ഗേൾസിൻ്റെത്. ഇനി കമ്പൈൻഡ് രണ്ടുപേരുടെ ചേർന്നിട്ടുള്ള എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പം അലിഗേഷൻ റൂൾ വെച്ചിട്ട് നമ്മളിതിൽ വലുതിൽ നിന്നും വലിയ സംഖ്യ 16ൽ നിന്ന് 15 കുറച്ചിട്ട് ഇവിടെ 1 എഴുതും. പിന്നെ 15ൽ നിന്ന് 13 കുറച്ചിട്ട് ഇവിടെ 2 എഴുതും. ഓക്കെ, അപ്പം അലിഗേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? അതായത് ഇവിടെ നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്? ആവറേജ് ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എപ്പോഴും ടോട്ടൽ സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ നമ്മൾ ഏത് ക്വാണ്ടിറ്റി എടുത്താണോ അലിഗേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസ് ക്വാണ്ടിറ്റി ആയിരിക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ. അതായത് ഇവിടുത്തെ ടോട്ടൽ നമ്പർ, ഈ 2 എന്ന് പറയുന്ന റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബോയ്സിൻ്റെ അല്ലേ, ബോയ്സിൻ്റെ ടോട്ടൽ നമ്പരും 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഗേൾസിൻ്റെ ടോട്ടൽ നമ്പരും ആയിരിക്കും. അപ്പോൾ അവിടെ ബോയ്സും ഗേൾസും നമുക്ക് അറിയത്തില്ല, പക്ഷേ 2 1 ഇതിപ്പോൾ ഒരു റേഷ്യോ ആണല്ലോ. മൊത്തം 3 യൂണിറ്റ് ആണ്. 3 യൂണിറ്റ് ടോട്ടൽ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 30 ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1 യൂണിറ്റ് എത്ര കിട്ടും? 10 കിട്ടും. അതിൽ നിന്ന് ബോയ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 20, ഗേൾസിൻ്റെ എണ്ണം 10 കിട്ടും. നമുക്ക് എന്താ വേണ്ടത്? ബോയ്സിൻ്റെ എണ്ണമാണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 20. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് മിസ്സിംഗ് നമ്പർ സീരീസ് ആണ്. അതായത് ഒരു നമ്പർ മിസ്സിംഗ് ആണ്, നമുക്കത് ഏത് ലോജിക്കാണെന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ ഈ 24 കഴിഞ്ഞ് നെക്സ്റ്റ് നമ്പർ തന്നിട്ടില്ല, ഈ നമ്പർ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഡിഫറൻസ് ആണോ അതോ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണോ ഡിവിഷൻ ആണോ എന്താണ് നമ്മളങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ നോക്കും, നമ്പേഴ്സ് ചെറിയ രീതിയിലാണ് മാറുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒരു അഡീഷൻ സീരീസ് ആവാനുള്ള ചാൻസ് ആണോ ഉള്ളത്? നമ്മളപ്പോൾ നോക്കാം. 54ൽ നിന്ന് 94 ആവണേ 40 ആണ് കൂടിയത്. 94ൽ 174 ആവണമെങ്കിൽ 80 ആണ് കൂടിയത്. 174 334 ആവണമെങ്കിൽ എത്ര? 160. അതായത് 17 16 അല്ലേ 33. അപ്പോൾ 16 കഴിഞ്ഞിട്ട് പോയി 160. ഇതിൻ്റെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻ കിട്ടിയല്ലോ. 40 അതിൻ്റെ ഇരട്ടി 80, 80ൻ്റെ ഇരട്ടി 160. അപ്പോൾ ഇവിടെ 40ൻ്റെ പാതിയെ 20, 20ൻ്റെ പാതിയെ 10 ആയിരിക്കും. അത് 10 അതിൻ്റെ ഇരട്ടി 20, 20ൻ്റെ ഇരട്ടി 40, 40ൻ്റെ ഇരട്ടി അങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ 24 10 കൂട്ടിയാൽ 34 ആയിരിക്കും നമ്മളുടെ റോങ് നമ്പർ. കൺഫേം ചെയ്യണേ. 34 20 കൂട്ടാൽ 54 സെറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയാണ് നമ്പർ കണ്ടുപിടിക്കേണ്ടത്. 24 96. ഓക്കെ, ഇതിലൊരു പ്രത്യേകതയുണ്ട്. നോക്കിയേ, മുമ്പേ ഉള്ള ക്വസ്റ്റ്യൻ്റെ പോലെ അല്ല. ഇത് 96 192 ആയി. പിന്നെ 192 ഡയറക്റ്റ് 768 ആവുന്നുണ്ട്. വലിയൊരു മാറ്റം. പിന്നെ 768 1536 ആവുന്നുണ്ട്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആകുമ്പോൾ ഏകദേശം ലാസ്റ്റ് ഒന്ന് കണക്കൂട്ടി വരിക. കാര്യം നമുക്ക് അറിയത്തില്ല ഇത് ഏത് മൾട്ടിപ്പിളാണെന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 768ൻ്റെ എത്രാമത്തെ മൾട്ടിപ്പിൾ? 1566. അതായത് 776 ഗുണം 2 എത്ര? 1520. പിന്നെ 8 ഗുണം 2 16, 1520. ഇപ്പോൾ കറക്റ്റ് രണ്ടാമത്തെ മൾട്ടിപ്പിളാണ്. പക്ഷെ ഇത് മൂന്നാമത്തെയോ അല്ലെങ്കിൽ ഒന്നാമത്തെയോ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ പറ്റും. പക്ഷെ ഇവിടെ 4 ആണ്. ഇപ്പോൾ 2 കഴിഞ്ഞിട്ട് 2 പൊസിഷൻ കഴിഞ്ഞിട്ട് 4 വരണമെങ്കിൽ എന്താ ഇവിടെ ഇപ്പം 3 കൊടുത്താൽ പറ്റത്തില്ല. 3 ആണെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ 24 ഗുണം 4 ആണല്ലോ 96. ഓക്കെ, അപ്പോൾ 768 ഗുണം 2. ഓക്കെ, അപ്പം 4. അപ്പോൾ ഏത് സീക്വൻസ് ആവാനാ വഴി? 760 ഡാഷ് 24 24 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 96 വരുന്നുണ്ട്. 96നെ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 96 ഗുണം 2. അത് കറക്റ്റ് രണ്ടാമത്തെ മൾട്ടിപ്പിൾ ആണ്.
ഇത് 4, ഇത് 2, അങ്ങനെയാണെങ്കിൽ ഇത് 4 ആയിരിക്കും. നോക്കാം. ഇവിടെ 200 ആയിരുന്നല്ലേ, 200 ഗുണം 4 800 അല്ലേ വരുന്നത്. ഇവിടെ 200-നേക്കാൾ എത്ര കുറവാണ്? 8 കുറവ്. 8 4 32 കുറച്ചത് കറക്റ്റ് സെറ്റാണ്. അപ്പോൾ ഓക്കെ ഓൾട്ടർനേറ്റ് ആണ്. അപ്പോൾ 4 2 4 2. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് 2 ആയിരിക്കും. അപ്പോൾ ഏത് സംഖ്യയാണ് 2 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടുന്നത്? 12 ആണ്. അപ്പോൾ 12 ആയിരിക്കും നമ്മുടെ മിസ്സിംഗ് നമ്പർ. ഓക്കെ, അടുത്ത മിസ്സിംഗ് നമ്പർ സീരീസ്. ഇവിടുത്തെ നമ്പർ അറിയത്തില്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് 16ൻ്റെ കൂടെ ഇത് ഒരു അഡീഷൻ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. പക്ഷെ ഇത് ആഡ് ചെയ്യുന്നു, എല്ലാം കൂടി തന്നെ പോകുന്നത്. 16ൻ്റെ കൂടെ 12 കൂട്ടാം, അഡീഷൻ വേണ്ട, എല്ലാം കൂടി തന്നെ പോകുന്നത്. 28 6 34, ഇപ്പോൾ 16 ആണ് കൂടുന്നത്. ഇവിടെ 20. ഇപ്പം നമുക്കൊരു സീക്വൻസ് കിട്ടിയ 12 16 20 ആണെങ്കിൽ ഇവിടെ 8ഉം 4ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ, 8 ഇവിടെ 4 ആയിരിക്കും. ഇപ്പം 4ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 8, 8ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 16, എല്ലാം സെറ്റാണ്. അപ്പോൾ ഓക്കെ, 8 ആണ് റോങ് നമ്പർ. ഓക്കെ, അടുത്ത ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് നമ്പർ സീരീസ്. ഇവിടെ 17 37 65 ഒക്കെ എല്ലാം ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുമാണ്. അപ്പോൾ അഡീഷൻ സീരീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 20 ഡിഫറൻസ്. ഇവിടെ എത്ര? 37 8 45. അപ്പോൾ ഇവിടെ 25. ഇതെത്ര? 35 കൂടെ ആകുമ്പോഴത്തേക്കും എത്രയായി? 35 കൂടെ ആകുമ്പോഴത്തേക്കും 100 ആയി. 100ൻ്റെ കൂടെ 36. ഇവിടെ 44. ഓക്കെ, ഇവിടെ 36. ഇവിടെ 8ൻ്റെ ഡിഫറൻസ്. ഇവിടെ 11. ഇവിടെ 5. 17 20 37 37 8 45 20 65. ഓക്കെ, ഇത് പാറ്റേൺ ഇവിടെ 5 ആണ്, ഇവിടെ 11 ആണ്, ഇവിടെ 8 ആണ്. ഇവിടെ ഒരു സീക്വൻസ് കിട്ടുന്നില്ലല്ലോ, എവിടെയെങ്കിലും നമ്പേഴ്സ് തെറ്റിയിട്ടുണ്ടോ? 17 17ൻ്റെ കൂടി 20 കൂട്ടിയാൽ 17 37 37. 28 ആണല്ലോ ഇവിടെ, സോറി. 37 ഇവിടെ 28 ആയിരുന്നു, സോറി. അപ്പോൾ കറക്റ്റായി, 8ൻ്റെ ഡിഫറൻസ് ആണ്, സോറി. അപ്പോൾ ഇവിടെ 12 12 8 20 28 36 40. 12 17 12 കുറച്ചാൽ ഇവിടെ 5 ആയിരിക്കും അല്ലേ? 5 കറക്റ്റ് കിട്ടി. സിമ്പിൾ ആയിരുന്നു. ഞാൻ ഇവിടെ 28 ആയിരുന്നു എഴുതേണ്ടത്, ഞാൻ 25 എഴുതി, സോറി. അപ്പോൾ 12 ആണ് റോങ് നമ്പർ. 12 5 ആണ് റോങ് നമ്പർ. 5ൻ്റെ കൂടെ 12 കൂട്ടുമ്പോഴാണ് 17 വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 26. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. 16 10 4 കൂടുന്നു, ഇവിടെ 2 കൂടുന്നു. ഇവിടെ 4 കുറയാണ്. 16ൽ നിന്ന് 6 കുറയാണ്. എല്ലാം തെറ്റാണല്ലോ ചെയ്യുന്നത്. 16ൽ നിന്ന് 6 കുറയുന്നു. 10ൽ നിന്ന് 2 കൂടുന്നു. 12 12ൻ്റെ കൂടെ 8 കൂടുന്നു. ഓക്കെ, ഇപ്പോൾ ഇതൊരു അഡീഷൻ സീരീസോ എന്തെങ്കിലും ആണോ? നമ്മളെപ്പോഴും ചെയ്യുന്ന രീതിയിൽ അങ്ങ് ചെയ്തു പോയി. അപ്പോൾ ഇവിടെ ഒരു ഹിൻ്റ് ഉണ്ട്, ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഇവിടെ സത്യത്തിൽ അഡീഷണൽ സബ്ട്രാക്ഷൻ സീക്വൻസ് അല്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ആദ്യമേ ഒരു നമ്പർ കുറഞ്ഞു പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിയാണ് പോകുന്നതെങ്കിൽ അത് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ സീരീസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ നോക്കണം, 16 10 പിന്നെ 12. അപ്പോൾ 16ൻ്റെ പാതി എത്ര? 8. അപ്പോൾ പാതി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 0.5 എന്ന് ഞാൻ എഴുതേ. അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ സെറ്റ് ആവുമല്ലോ. ഇനി 10നെ 1 കൊണ്ട് ഗുണിക്ക്, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ സെറ്റ് ആവുമല്ലോ. ഇനി 12ൻ്റെ 1.5 കൊണ്ട് ഗുണി. 1.5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പം എന്ന് വെച്ചാൽ 12നെ 1 കൊണ്ട് ഗുണിച്ചാൽ 12 തന്നെ, പിന്നെ അതിൻ്റെ പാതിയും കൂടെ കൂട്ടിയാൽ മതി. 12ൻ്റെ പാതി 6, 12 6 18, വീണ്ടും 2 കൂട്ടുക. ഓക്കെ, സെറ്റാണ്. അപ്പോൾ ഇൻറ്റു 2 + 2 ആണ്. അപ്പോൾ മനസ്സിലായപ്പോൾ ഇങ്ങനെ ആദ്യമേ ഒന്ന് കുറഞ്ഞിട്ട്, അതായത് 16 10 പിന്നീട് കൂടിയാണ് പോകുന്നത്. ഇതേപോലെ 0.5 അങ്ങനത്തെ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചൊന്ന് ഗസ് ചെയ്ത് നോക്കണം. അപ്പോൾ ലാസ്റ്റ് ഇത് ഇവിടെ എത്ര ആയിരിക്കും? ഇൻറ്റു 2.5 + 2. 2.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എളുപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെല്ലാം ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഈ 0.5നെ 1/2 എന്നും, ഇവിടെ 1.5നെ 3/2 എന്നും, ഇവിടെ ഇതിനെ 5/2 എന്ന് എഴുതിയാൽ 5/2 എന്ന് എഴുതിയാൽ ഒന്നുകൂടെ എളുപ്പം ചെയ്യാൻ പറ്റും. കാര്യം 42 2 കൂടെ ക്യാൻസൽ ആവും. 21 21 × 5 105 എന്ന് ഡയറക്റ്റ് കിട്ടും. അതല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം.
അപ്പോൾ ഫ്രാക്ഷനായിട്ട് എഴുതിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഓക്കെ ഓക്കെ അടുത്ത നമ്മൾ സിംപ്ലിഫിക്കേഷനിലോട്ട് നടന്നിട്ടുണ്ട്. സിംപ്ലിഫിക്കേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 8430 ഡിവൈഡ് ബൈ 30 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 21/7. ഞാൻ ആദ്യം ഇത് കണക്ക് അങ്ങ് എഴുതുക. ഇവിടെ കറക്റ്റ് 21 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. 23 6 24 8 3 24 281 ഉണ്ട്. 7 3 21 3 ഗുണം 700 7 21 2100 വരും. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 2100 മൈനസ് 281. അപ്പോൾ 2100 281 എങ്ങനെ പെട്ടെന്ന് കുറയ്ക്കാൻ നോക്കാം. 2100 200 കുറച്ചാൽ എത്ര വരും? 100 കുറച്ചാൽ 2000 ആയി. വീണ്ടും 1900 ആവും. പിന്നെ ഒരു 81 കുറ. അപ്പം 1900 ആയിരുന്നല്ലോ, 1819 ഡയറക്റ്റ് കിട്ടിയല്ലോ. ഓക്കെ ഇത് കണക്ക് പെട്ടെന്ന് മൈൻഡിൽ ചെയ്യാൻ പഠിക്കുക. അടുത്ത 24 × x പ്ലസ് 13 × 12. 13 × 12 എങ്ങനെ പെട്ടെന്ന് ഗുണിക്കാം? 13 × 10 എത്ര? 130. പിന്നെ 13 × 2 26. 130 26 156 ഇസിക്കൽ 16 സ്ക്വയർ എത്ര? 256 മൈനസ് ക്യൂബിക് റൂട്ട് ഓഫ് 64 എത്ര കിട്ടും? 4. അപ്പോൾ 24x ഡയറക്റ്റ് 250. ഇത് അപ്പുറം പോകുമ്പോൾ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നത്. അങ്ങനെ അടുത്തടുത്ത പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്ന നമ്പർ കൊണ്ട് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. 256 156 കുറച്ചാൽ എത്ര? 100. ആ 100 നിന്ന് 4 കുറച്ചാൽ 96 ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണ് 4 വെച്ച്. സോ എക്സ് ഇസ് ഈക്വൽ ടു 4 കിട്ടും. ആൻസർ പെട്ടെന്ന് കിട്ടി. അടുത്ത 29 15% ഓഫ് 900. ക്വസ്റ്റ്യൻ കാണാവോ? ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞാനിത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 15% പെർസെൻറ്റേജിൻ്റെ കൂടെ 2 0 പോയി. കാണാൻ പറ്റുന്നുണ്ടോ? പെർസെൻറ്റേജിലൂടെ 2 0 പോയി. 15 × 9 എത്ര? 15 × 10 ആണെങ്കിൽ 150. അതിൽ നിന്ന് 15 കുറച്ചായി 135 ഗുണം ക്യൂബിക് റൂട്ട് ഓഫ് 64 ആണ് ഇത്. 4 ക്യൂബിക് റൂട്ട് ഓഫ് 25 ആണ് ഇത്. 5 വെച്ച് 2 5 10. ഇപ്പോൾ 27 × 4 എത്ര? 20 × 4 എത്ര? 80. 80ൻ്റെ കൂടെ 28 കൂടെ കൂട്ടിയാൽ 108 ആയിരിക്കും ആൻസർ. 30ാമത്തെ ക്വസ്റ്റ്യൻ 7 × x - 12 ഇസ് ഈക്വൽ ടു 7ൻ്റെ ക്യൂബ്. ഇപ്പോൾ ഒരു 7ഉം ഒരു 7 വെട്ടിയ ഇവിടെ 7 സ്ക്വയർ ഉണ്ട്. സോ x - 12 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ എത്ര? 49. എക്സ് എന്ന് പറഞ്ഞാൽ 49 12 കൂട്ടിയാൽ 49 2 59 61. ഓക്കെ ആണല്ലോ. ഓക്കെ 31 മുതൽ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. നമ്മളെല്ലാ ക്ലാസ്സിലും ഇങ്ങനെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റത്തെ 5 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യൻ ചിലപ്പോൾ DI ആവാം. എന്തായാലും അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത്രയും നേരം കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്തു നോക്കാം. എളുപ്പ മെത്തേഡിൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർ എന്തായാലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ അപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 32 ഇതാണ്. 10/5 എന്നാണ് കേട്ടോ. 33 ഇതാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 35 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊക്കെ എങ്ങനെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ടിറ്റോ ഇതാണൊക്കെ വരുന്നതാണ്. അത് പെട്ടെന്ന് അതായത് എടുത്തെഴുതാതെ തന്നെ നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞുതരാം. ആ ഡിജിറ്റ്സ് കറക്റ്റ് പ്ലേസിലുള്ള നോക്കുക. 0 ആഡ് ചെയ്താൽ 0. ആ 0യിൽ നിന്ന് 0 കുറച്ചാൽ അതും 0. ഇയാളെ ഇപ്പുറം കൊണ്ടുവന്നാൽ എന്തായാലും ലാസ്റ്റ് 0. ഇനി 3ഉം 8ഉം കൂടെ കൂട്ടിയേ 11. 11ൽ നിന്ന് 3 കുറച്ചേ 8. 8ൽ നിന്ന് ഈ 6 ഇപ്പുറം വരുമ്പോൾ മൈനസ് ആകുമല്ലോ. 8ൽ നിന്ന് 6 കുറച്ചാൽ 2. ഇനി അപ്പോഴത്തേക്ക് എനിക്ക് 20 അവസാനിക്ക് ഒറ്റ ഒരു ആൻസർ ഉള്ളൂ. 520. എനിക്ക് ആൻസർ കിട്ടി. ഞാൻ എന്നാലും കൺഫേം ചെയ്യാം, ഒന്നുകൂടെ പറയാം. 4ഉം 3ഉം കൂടെ 7. 7ൽ നിന്ന് ഇവിടെ 4 കറക്റ്റ് ഡിജിറ്റ് നോക്കണം. അവിടെ തെറ്റി. എനിക്ക് തന്നെ പറഞ്ഞപ്പോൾ തന്നെ തെറ്റി. 4ഉം 7ഉം കൂടെ ആയിരുന്നു. സോറി 4 7ഉം കൂടെ 11. ബാക്കി കറക്റ്റ് അല്ലേ ചെയ്തിരിക്കുന്നത്? 11ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 7. 7ൽ നിന്ന് 2 പോയാൽ 5. സോ സെറ്റാണ്. ഇനി 5ഉം 3ഉം കൂടെ 8. ഈ 3ആണ് 8. 8ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 2. ആ 2ൽ 2ൽ നിന്ന് 0. അതായത് ഇവിടെ ഡിജിറ്റ് ഇല്ല. 520 ഡയറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഡിജിറ്റ് എടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മതി, എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ
എല്ലാ ടെസ്റ്റ്, അതായത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്ലർക്ക്, PO ലെവൽ, SBIയുടെയും IPSൻ്റെയും എല്ലാത്തിൻ്റെയും മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മളൊരു 20 ക്വസ്റ്റ്യനെങ്കിലും 20 ടെസ്റ്റെങ്കിലും ചെയ്യണമെന്നാണ്. ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാമെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ദെൻ